നമസ്കാരം. ഞാൻ ഡോക്ടർ സോഫിയ സലീം മാലിക്, സിറ്റി പട്ടം ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റാണ്. നവംബർ 12 വേൾഡ് ന്യൂമോണിയ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഈ ഡേയോട് അനുബന്ധിച്ച് നമ്മൾ ന്യൂമോണിയയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ടൊരു ലൈഫ് ത്രെറ്റനിങ് ഇൻഫെക്ഷനാണ്. നമ്മുടെ ശ്വാസനാളങ്ങളെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന ഒരു സീരിയസ് ലൈഫ് ത്രെറ്റനിങ് ഇൻഫെക്ഷൻ തന്നെയാണ്. ഇപ്പോഴും എന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആയാലും നമുക്ക് പെൻസിലിൻ ഡിസ്കവർ ചെയ്തിട്ട് ഒരു അരനൂറ്റാണ്ട് കഴിഞ്ഞു. എന്നിട്ടും അതിന് ശേഷം നമ്മളിപ്പം ന്യൂവർ ആൻറ്റിബയോട്ടിക്സ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പൊതുവേ വേൾഡ് ഓവർ നോക്കിയാൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹെൽത്ത് അവയർനെസ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ മരണനിരക്ക് കൂടിയ ഒരു ഇൽനെസ് പറയുകയാണെങ്കിൽ ന്യൂമോണിയ തന്നെയാണ്. കുട്ടികളിൽ പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ഡെത്ത് ഏത് ഇൻഫെക്ഷൻ മൂലമാണെന്ന് നോക്കിയാൽ അത് കുട്ടികളിൽ ഉണ്ടാകുന്ന ന്യൂമോണിയ കാരണമാണ്. ഒരു വർഷം 1.6 മില്യണിലധികം കുഞ്ഞുങ്ങൾ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ന്യൂമോണിയ ബാധിച്ച് മരണപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. ഇത് കൂടുതലും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ്. വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അവരുടെ മാൽന്യൂട്രീഷനും മറ്റ് ജീവിത സാഹചര്യങ്ങളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം കുറവായതുകൊണ്ടാകാം ന്യൂമോണിയയുടെ ഇൻസിഡൻസ് അവർക്ക് കൂടുതലും മരണനിരക്ക് കൂടുതലുമായിട്ട് വരുന്നത്. അപ്പം ന്യൂമോണിയ ഇത്രയും മരണനിരക്ക് ഉള്ള അസുഖമാണെന്നുള്ള കാരണം മാറ്റിവെച്ചാൽ ന്യൂമോണിയ ബാധിച്ച കുഞ്ഞുങ്ങളുടെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന ലൈഫിലും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ലങ് ഡെവലപ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കത്തില്ല അവർക്ക്. അതുകൊണ്ട് അവർക്ക് അവരുടെ ലങ് ഫങ്ഷൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫും അവർ അഡൽട്ട്ഹുഡിൽ കുറവായിരിക്കും ജനറൽ പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ന്യൂമോണിയ പ്രിവെൻഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അതിനെ എന്തൊക്കെയാണ് നമുക്ക് പ്രിവെൻഷന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് പ്രത്യേകിച്ച് ഊന്നൽ നൽകേണ്ടതാണ്. ഇത് കുട്ടികളിൽ നമുക്ക് ഒരു പ്രതിരോധ രീതിയിൽ നമ്മൾ നോക്കുന്നതിൽ ഇമ്പോർട്ടൻസ് വാക്സിനേഷൻസ് ആണ്. ചൈൽഡ്ഹുഡ് വാക്സിൻസ് എല്ലാം കറക്റ്റ് സമയത്ത് എടുക്കണം. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം ഒഴിച്ചാൽ നമ്മൾ അഡൽട്ട്സിനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ 65 വയസ്സിന് മുകളിലുള്ള വയോധികരിൽ നമുക്ക് അഡൽട്ട്സിന് സാധാരണ 18 തൊട്ട് 65 വയസ്സിൽ ഉള്ള ആൾക്കാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 13% ചാൻസ് ന്യൂമോണിയ വരാനുള്ള ചാൻസ് കൂടുതലാണ് 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക്. അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഈ പ്രായമാരിൽ അധികമാകുന്നത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്, പ്രായം ആധിക്യം കൊണ്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് അതിൻ്റെ ശക്തി ക്ഷയിച്ചു വരുന്നത്. രണ്ടാമത് പിന്നെ അവർക്ക് മറ്റ് പല അസുഖങ്ങളും നമുക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ് ഇതെല്ലാം പിന്നെ പ്രായം ഏറെ ആകുമ്പോഴാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളുടെ ഉള്ള ഇമ്പാക്റ്റ് ഈ വയോധികരിൽ ന്യൂമോണിയയുടെ മരണനിരക്ക് കൂട്ടാനായിട്ട് ഒരു കാരണമാണ്. അപ്പം പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വരാതിരിക്കാനായിട്ട് പ്രൈമറിലി നമ്മൾ മെഡിക്കൽ സൈഡിൽ വാക്സിനേഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ്. അതിന് നമുക്ക് സാധാരണ നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്ന വാക്സിൻസ് ഇൻഫ്ലുവൻസ വാക്സിനും ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ന്യൂമോകോക്കൽ വാക്സിൻസുമാണ്. അത് ചൈൽഡ്ഹുഡ് വാക്സിനേഷൻസ് തുടങ്ങി നമുക്ക് 65 വയസ്സിന് മുകളിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസയും ന്യൂമോണിയ വാക്സിനും എടുത്തിരിക്കണം. 50 വയസ്സിന് മുകളിലുള്ള കോമോബിഡിറ്റീസ് ഉള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ വാക്സിൻസ് എടുത്തിരിക്കണം. അതൊരു പരിധിവരെ നമുക്ക് ന്യൂമോണിയ വന്നാലും നമുക്ക് മൂർച്ഛിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും.